എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. ചേച്ചി ട്യൂഷൻ എടുത്താണ് ചേച്ചി ജീവിക്കുന്നത്. ഒരുപാട് കുട്ടിക്ക് ട്യൂഷൻ എടുക്കലുണ്ട്. എന്നെ പാർട്ടിയിൽ നിന്ന് അവഗണിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനെന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കാണുന്നത്. സ്ത്രീകൾ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷം, അഭിമാനവും സങ്കടവും തോന്നി. നമസ്കാരം. ഞാൻ 2 ദിവസം മുന്നൊരു വാർത്ത ചെയ്യായിരുന്നു. അത് ഞാൻ പറഞ്ഞു കൗണ്ട് ഓൺ 1 2 3 സ്റ്റാർട്ട്, നറുക്കെടുപ്പ്, ഭാഗ്യം ആരെ കൂടെ നിൽക്കും എന്നൊക്കെ ചോദിച്ചായിരുന്നു. പ്രിയപ്പെട്ട നമ്മളെല്ലാം ബഹുമാനപ്പെട്ട കുഞ്ഞുപണിച്ച് കൂടെ ചേരുകയാണ് ചേച്ചി ആ നറുക്കെടുപ്പിൽ. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്, നമ്മൾ അറിയാത്ത പ്രേക്ഷകർക്ക് ഞാൻ പറയാം. ചേച്ചി CPM ആയിരുന്നു. ചേച്ചിയെ അവഗണിച്ചപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് മത്സരിച്ചു. ഒരുപാട് വിഷയമുണ്ടായി. ചേച്ചിയുടെ ബൂത്ത് വരെ കത്തിക്കുന്ന വിഷയമുണ്ടായി. അപ്പോഴത്തേക്ക് എന്താ പറയുക, അത്രയും വിഷയം ഉണ്ടായിട്ട് പോലും ചേച്ചി ജയിച്ചു. ചേച്ചി ബ്ലോക്ക് മെമ്പറായിരുന്നു ചേച്ചി പഞ്ചായത്തും ജയിച്ചു. ചേച്ചി ഇപ്പോൾ നിയുക്ത മണമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റേ, ഇനിയിപ്പോൾ ചേച്ചി വിളിക്കാൻ പറ്റില്ല. പ്രസിഡന്റേ, നമസ്തേ. എന്താണ് പരിപാടി? ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 1 2 3 പറഞ്ഞു. എന്നോട് ഭയം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് യാതൊരു ഭയവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞ കാര്യം ഡു ഓർ ഡൈ എന്നുള്ളതാണ്. കിട്ടും അല്ലെങ്കിൽ പോകും, ഭാഗ്യ പരീക്ഷണമല്ലേ. 6 ടൈ വന്നു. അപ്പോൾ 2 റൗണ്ട് വോട്ടെടുപ്പായിരുന്നു. അതിലെല്ലാം ഞാൻ വളരെ കൂളായിട്ട് തന്നെ ഇരുന്നു. കാരണം പ്രതീക്ഷ തീരെ ഉണ്ടായിരുന്നില്ല. ഭാഗ്യം തുണയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒത്തിരി ആൾക്കാർ മണമ്പൂർ അല്ല, അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് നറുക്കെടുപ്പിലൂടെ ആയതുകൊണ്ട് വലിയ പ്രതീക്ഷ ഞാൻ വച്ചിരുന്നില്ല. അപ്പോൾ നറുക്കെടുത്ത് എൻ്റെ പേരിങ്ങനെ ഒരു 6 മടക്കിയ എന്താണ് നറുക്ക് ഓരോ ഇങ്ങനെ നിവർത്തി വരുമ്പോൾ ഞാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ പേരാണ് മനസ്സിൽ കണ്ടത്. എന്നിട്ട് 6 പേര് മാത്രം ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായില്ല. കൂടെ ഇരുന്നവരും ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് നേരം എല്ലാവരും ഷോക്ക്ഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആരും എൻ്റെ പേര് വായിച്ചു. പിന്നെ കയ്യടിയും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതെ 10:30 മണിയാണ് പറഞ്ഞിരുന്നത് നറുക്കെടുപ്പ്. പക്ഷേ സംഭവം നടന്ന 11:30-ക്കാണ് നറുക്കെടുപ്പെല്ലാം നടന്ന്. അതിൻ്റെ ആ പ്രോസസ്സ് 1 മണിക്കൂറോളം നീണ്ടു. എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു. ശരിക്കും ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു. എന്നെ പാർട്ടിയിൽ നിന്ന് അവഗണിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ വേദന എന്ന് പറയുന്നത് എനിക്കുണ്ടായതിനേക്കാൾ വേദന പൊതുജനങ്ങൾക്ക് ആകമാനം ആ വേദന ഉണ്ടായിരുന്നു. എന്നെ അവഗണിച്ച് മാറ്റി നിർത്തി. എനിക്ക് അർഹതപ്പെട്ട ഒന്നായിരുന്നു. അത് മാറ്റി നിർത്തിയപ്പോൾ അവരുടെ ഭയങ്കരമായ പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല നടന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് പോയത്. ഇപ്പം അറിയുന്നവർ ധാരാളം അറിയുന്നവരുണ്ട്, അറിയാത്തവരുമുണ്ട്. പക്ഷേ അവരെല്ലാം പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷം, അഭിമാനവും സങ്കടവും തോന്നി. മതേതര സംസ്കാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പോയി ബാക്കി പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാനായിട്ട് കുറേ പേരെയൊക്കെ കാണാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ UDF-ൻ്റെ തന്നെ മെമ്പർമാരുമായിട്ടൊരു പ്രകടനമായിട്ട് നാളെ പഞ്ചായത്ത് ആകമാനം പോകാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ. എനിക്ക് ഒറ്റ വിഷയമുള്ളൂ. ചേച്ചി ഞാൻ വിളിച്ചിട്ട് നീ പ്രസിഡന്റ് വിളിക്കണ്ടേ? ചേച്ചി ഇപ്പോഴും ചേച്ചി തന്നെയാണ്. ചേച്ചി തന്നെയാണ്. അതെല്ലാവരുടെയും ചേച്ചിയായിട്ട് തന്നെയാണ് ഇപ്പോഴും. അത്രയ്ക്കും സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ശ്രീജിത്തിനുള്ളതുപോലെ തന്നെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ്. ഞാൻ പക്ഷെ എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഈ മണമ്പൂരൊക്കെ വരുമ്പോൾ ഞാൻ മുമ്പും പറയുന്നുണ്ട്, ഒരു മണമ്പൂർ പഞ്ചായത്തിന്റെ ശബ്ദമായിട്ട് എന്നോട് സംസാരിക്കുന്നത് ചേച്ചിയാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേച്ചിയും ഞാനും കൂടെ ചേർന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. എന്ത് വിഷയം ഉണ്ടായാലും ചേച്ചി എന്നെ വിളിക്കും. ചേച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അന്ന് തന്നെ പറഞ്ഞു കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ പറയുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ പറയാം. ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം ഇവിടെ CPM പോയ ആൾക്കാരാണ്. അല്ല, ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനെന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കാണുന്നത്. ഞാൻ പ്രസിഡന്റായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചത് തന്നെ അവർ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. അതിന് UDF സംവിധാനം ഒട്ടാകെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണസമിതി ഉൾപ്പെടെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഫണ്ട് ഉപയോഗിച്ച് മാത്രമല്ല, മാനുഷികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യും.
എന്ന് തന്നെയാണ്, ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് ചെയ്യാനായിട്ട് ഞാൻ എന്തായിരുന്നാലും മുന്നോട്ട് വരും. അതുകൊണ്ട് പരിശ്രമിക്കും. ആ പരിശ്രമം വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിക്ക് ആരുമില്ല, ചേച്ചിക്ക് ഒരു അച്ഛൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനൊക്കെ നമ്മളെ ഫ്രണ്ട്സായിരുന്നു. നമ്മുടെ അച്ഛൻ്റെ കൂടെ ചായ കുടിച്ചിട്ടുണ്ട്. പലപ്പോഴും അച്ഛൻ മരിച്ചുപോയി, ചേച്ചി ഒറ്റയ്ക്കാണ് വീട്ടിൽ. ചേച്ചി ഇവിടെ ഇലക്ഷൻ തന്നെ നാട്ടുകാർ സഹായിച്ചിട്ടാണ് ചേച്ചി, അല്ലേ? നാട്ടുകാരെ സഹായിച്ചിട്ടല്ലേ പോസ്റ്ററൊക്കെ അതൊക്കെയാണ് കത്തിച്ചതല്ലേ? അതെല്ലാം കത്തിച്ച്. ശരിക്കും എൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും മറ്റു പൊതുവെ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഒരു പണക്കൊഴുപ്പാണ് കാണിക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, 1 രൂപ പോലും എനിക്ക് ഇലക്ഷന് ചിലവായിട്ടില്ല. എൻ്റെ സ്വന്തം പൈസ 1 രൂപ പോലും ചിലവായിട്ടില്ല. ഒന്നുകൂടെ പറയാം, ചേച്ചി ട്യൂഷൻ എടുത്താണ് ചേച്ചി ജീവിക്കുന്നത്. ഒരുപാട് കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്, വെട്ടിയൊറ്റയ്ക്കാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരു നല്ല പൊതുപ്രവർത്തകന് ചേർന്ന എല്ലാവിധ പരിഗണനയും കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. എനിക്ക് നന്നായിട്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലാതെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം എനിക്ക് നേരിട്ട് അറിയുള്ള കേസാണ്. പലപ്പോഴും ഞാൻ പോയിട്ട് ചേച്ചി എനിക്ക് ചമ്മന്തി അത് ഇപ്പോൾ വരാനല്ല, ആരെയാണെങ്കിലും ഞാൻ എങ്ങനെ ആണെങ്കിലും സഹായിക്കും. എന്നെ കഴിയുന്നത് പോലെ ഞാൻ എല്ലാവരെയും സഹായിക്കും. എന്നെ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു മടുപ്പ് ഇല്ല. അല്ലെങ്കിൽ എന്താ, എൻ്റെ ഒരു ഹാർഡ് വർക്കിന് എല്ലാവരും പറയും തീർച്ചയായിട്ടും വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ആളിന് തന്നെയാണ്. എൻ്റെ വളരെ കാലമായിട്ടുള്ള ഹാർഡ് വർക്കിൻ്റെ ഫലം തന്നെയാണ് ഈ ഒരു അർഹതപ്പെട്ട സ്ഥാനമെന്ന് പലരും പറയാറുണ്ട്. പലരും അല്ല, മിക്കവാറും പേരും. ശേഷം എന്തെങ്കിലും ഭീഷണി അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റിയവരൊന്നും ആരുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഭീഷണിയും ഇതുവരെ നേരിട്ടിട്ടുമില്ല. ഭീഷണി ഞാൻ മൈൻഡ് ചെയ്യാറുമില്ല. ഞാൻ മുമ്പും ചേച്ചി ഈ റോഡ് കയ്യേറി വസ്തു സമയത്ത് അപ്പം ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോഴും ചേച്ചി ആരും ഭീഷണിപ്പെടുത്താൻ ഞാൻ സ്ത്രീ. അപ്പം ചേച്ചി അപ്പോഴും ചോദിച്ചു, ചേച്ചി നിങ്ങൾ സ്ത്രീയല്ലേ, എനിക്ക് പേടിയില്ലേ? എവിടെ പേടിയില്ലേ? എനിക്കതിന് ഞാൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ത് കാര്യം വന്നാലും നേരിടും. ഞാനിപ്പോൾ ചേച്ചിയെ ഉപമിക്കുന്നത് ആര്യ രാജേന്ദ്രനൊപ്പമാണ്. കാരണം ആര്യ രാജേന്ദ്രൻ എന്ന വളരെ ചെറുപ്പം ഉള്ള പക്വതയുള്ള കുട്ടിയെ കൊണ്ട് അവിടെ എഴുതി ആ കോർപ്പറേഷൻ പോയി. പക്ഷേ ഇതേപോലെ ചേച്ചി ആൾക്കാർക്ക് ആവശ്യമുള്ളതുകൊണ്ട് ചേച്ചി വിജയിപ്പിച്ചു. അത് തമ്മിൽ ഡിഫറൻറ്റ്. ഒരു പക്ഷേ ആ കുട്ടിയുടെ പക്വതയിലുമായിരിക്കാം. പക്ഷേ ചേച്ചിയുടെ പക്വത കൊണ്ട്, അല്ലെങ്കിൽ എന്തും വെട്ടിത്തുറന്ന് പറയാണെങ്കിൽ പാർട്ടിക്ക് അതീതമായി ജനങ്ങളെ സേവിക്കാനുള്ള കഴിവ് ചേച്ചിക്കുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് നമുക്കറിയാം, അനുഭവം കൊണ്ടാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ കാര്യമില്ല, ഈ മണമ്പൂർ നാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പക്വതയും ആ ഒരു തുറന്നു പറച്ചിലിൻ്റെയും ജനങ്ങളുടെ ക്ഷേമം നോക്കിയുള്ള പ്രവർത്തനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ചേച്ചിയുടെ ഒപ്പമാണ് വിസ്മയ ന്യൂസ്. വിസ്മയ ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീ മൈലാർ സൈനിങ് ഓഫ്.